144 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന അത്ഭുതം മഹാകുംഭമേള. നമ്മളിൽ പലരും പോകാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ സാധിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ കുംഭമേളയ്ക്ക് പോയ ഒരാൾ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്, നമ്മുടെ സ്വന്തം അർജുൻ ചേട്ടൻ. അർജുൻ ചേട്ടനോട് കുംഭമേളയെ പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അർജുൻ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു മഹാകുംഭമേള? ഒരുപാട് പേര് പോകണം എന്ന് വിചാരിച്ചിട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അവിടുത്തെ ഒരുപാട് ന്യൂസും ഒക്കെ കാരണം പോകാൻ പേടിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. ചേട്ടൻ ഇപ്പോൾ പോയിട്ട് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു മഹാകുംഭമേള എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ മുമ്പ് 2016 ഹരിദ്വാറിൽ പോയിട്ടുണ്ടായിരുന്നു അർദ്ധകുംഭമേളയ്ക്ക്. അപ്പോൾ അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വലിയൊരു ആൾക്കൂട്ടം നമുക്ക് ഒറ്റയടിക്ക് കാണാം. ഹരിദ്വാറിൽ വെച്ചാൽ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഒരൊറ്റ സ്ഥലത്തല്ലേ. അപ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്ററിനുള്ളിൽ അത്ര ആളുകളാണ് ഗംഗയിൽ കാണാൻ പറ്റും. ഇത് പ്രയാഗ്രാജിലായതുകൊണ്ട്. പിന്നെ അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഇതാണ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ പേർക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്ര ആളുകൾ വരുമ്പോൾ എന്തായാലും ഗവൺമെൻറ്റിന് അതൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. ഞങ്ങൾ ചെല്ലുന്ന ദിവസമൊക്കെ ന്യൂസിൽ വന്നു വെച്ചാൽ 7 കോടി ജനങ്ങൾ വന്നെന്നുള്ള ഇതൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 4 ദിവസം നിന്നിരുന്നു. 4 ദിവസം ഫുൾ തിരക്ക് തന്നെയായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് പെട്ടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ ചെന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റയിലും കാര്യത്തിലൊക്കെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ തിരിച്ചു വരും, ഞങ്ങളവിടെ നിന്ന് പെട്ടുപോയി, ഇനി ഞങ്ങൾ പോകാൻ പോകുന്ന ആൾക്കാരുണ്ട്, ഇനി ഒരു 10 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ 26-ാം തീയതി വരെ, 26-ാം തീയതി ശിവരാത്രി അന്ന് വരെ ഇതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത സ്നാനം എന്ന് പറയുന്നത് അതാണ് 26-ാം തീയതി. ഞങ്ങൾ ചെല്ലുന്നത് ലാസ്റ്റ് സ്നാനം ഇതാണ്, മാഗി കുംഭം എന്ന് പറഞ്ഞിട്ടുള്ള സ്നാനത്തിനാണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത്രയും ദിവസം ചിലപ്പോൾ വലിയ തിരക്കുണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ എങ്കിലും ഫുൾ ആളുകളാണ് ഈ സംഘം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, ത്രിവേണി സംഘം എന്ന സ്ഥലത്ത് കുളിക്കാൻ വേണ്ടി. നമ്മൾ 4 ദിവസം സ്പെൻഡ് ചെയ്തു. പിന്നെ അക്കോമഡേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു റൂം എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മളൊരു 1500 രൂപ വരെ റൂമിനൊക്കെ അവിടെ ഒരു 15,000 20,000 ഒക്കെ മിനിമം വരെ. അത് കൊടുത്താലും കിട്ടില്ല. കിട്ടണമെങ്കിൽ തന്നെ നമുക്കൊരു 15 കിലോമീറ്റർ നടന്ന് പോകണം വേറെ സ്ഥലത്തേക്ക്. അപ്പോൾ ഇപ്പോൾ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിൻ്റെ വെസ്റ്റ് സൈഡിലാണ്. അപ്പോൾ ആ സൈഡിൽ നിന്ന് വീണ്ടും നടന്ന് ഈ ബ്രിഡ്ജിൻ്റെ അവിടെ വന്ന്, പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ അവിടെ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് ഈ സ്നാനം ചെയ്യാം. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഈ പറഞ്ഞ സംഘം, ത്രിവേണി സംഘം, അപ്പോൾ അവിടെ സ്നാനം ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ തിരക്ക് കുറഞ്ഞൊരു ഏരിയ ഉണ്ട്, അവിടെ പോവാം. പിന്നെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും അക്കോമഡേഷൻ ഫ്രീ ആണ്. വിരിയൊരിച്ച് കെടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗവൺമെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരുപാട് 1 ലക്ഷത്തിലധികമുള്ള അറ്റൻഡിനൊക്കെ നല്ല എക്സ്പെൻസ് ആണ്. 8,000 സംതിങ് സ്റ്റാർട്ടിങ്. അതല്ലാതെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതൊക്കെ ഈ അഗാഡകളാണ്. ഈ അഗാഡ അവരാണത് കൂടുതൽ ചെയ്യുന്നത്. അവർക്ക് എനിക്ക് തോന്നുന്നു കുറേ ബാബമാരുണ്ട്. ഞങ്ങൾ പോയിട്ട് ഞാനൊരു ആളെ സജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ റോക്കറ്റ് ബാബ എന്നിട്ടൊരു ആളുണ്ട്. ആൾ മുമ്പ് പൈലറ്റ് ആയിരുന്നു ആൾ. അപ്പോൾ അങ്ങനെ ആൾ ചെയ്യുന്ന ഒരു ഇതിൽ ഞാനവിടെ പോയി സ്റ്റേ ചെയ്തിരുന്നതൊക്കെ. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഈ പറഞ്ഞ സ്നാനം ചെയ്യുന്ന സ്ഥലത്തേക്ക് നടക്കാൻ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ നടക്കണം. അല്ലാതെ അതിൻ്റെ അടുത്തും സ്നാനം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, അവിടേക്ക് പോവാം. അപ്പോൾ ഇത്രയും ദൂരം നടന്ന് തിരിച്ച് വരാം. പിന്നെ രാത്രി അവിടെ എടുക്കുക. അവിടെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. മെയിനായിട്ട് പോകുമ്പോൾ മസ്റ്റായിട്ടും വിരി കയ്യിൽ വേണം, മാസ്ക് മസ്റ്റായിട്ടും വേണം. പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൊടി നമ്മൾ കാണില്ല. അതായത് ആ തണവും പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു വിസിബിലിറ്റി തന്നെ അത്രയും കുറവായിരിക്കും. നമ്മൾ ഈ കോടയൊക്കെ വന്ന പോലെയാണ് അവിടുത്തെ മിസ്റ്റ്. അപ്പോൾ അത്രയും ഇതാണ്. അപ്പോൾ ഒരു ദിവസമൊക്കെ ചെന്ന് ഒരു ദിവസം പൊടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇതാവും. പിന്നെ മെയിനായിട്ട് ബാത്റൂം ഫെസിലിറ്റീസ് വളരെ ഡാമേജ് ചെയ്യും മൊത്തം. കാരണം ഇത്രയും 1 മാസത്തിന് മേലെ ആയല്ലോ. അപ്പോൾ ഇത്രയും കോടി ജനങ്ങൾ വന്ന് പോയി ക്ലീൻ ചെയ്യാൻ അവർ അറിയില്ല. ഇത്രയും ആളുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സർക്കാരിന് പറ്റില്ല. ഇത്രയും കോടി ജനങ്ങളല്ല. നമ്മളെ കേരളത്തിലാകെ 3.5 കോടി ജനങ്ങളുള്ളൂ. അവിടെ ഒരു ദിവസം വരണ തന്നെ 7-8 കോടി ജനങ്ങൾ. 40 കോടിയിൽ മേലെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ ഓൾറെഡി അത് ആയി എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവർ ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 5,000 കോടി കൊടുത്തിട്ടുണ്ട്. അവരൊരു 1,500-2,000 കോടി ചിലവിട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ കാണാം. കാരണം ആ ബ്രിഡ്ജുകൾ തന്നെ ഒരു 10-40 ബ്രിഡ്ജ് ടെമ്പററി പണിതിട്ടുണ്ട്. അതിന് തന്നെ അത്രയും പൈസ. പിന്നെ ഈ ബാത്റൂം ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ബാത്റൂം ഉണ്ട്, പോകാൻ പറ്റാണ്ടല്ലോ. പക്ഷെ അവിടെയൊക്കെ അവിടുത്തെ ഒരു കൾച്ചർ അങ്ങനെയാണ്. അത് നശിച്ചു പോയി. അത് യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലത്ത് വേറെ യൂസ് ചെയ്യും. അങ്ങനെ പിന്നെ അവിടുത്തെ ലേഡീസുകൾ, അവിടുത്തെ അല്ലെങ്കിൽ ആളുകൾക്ക് വെളിയിലിരുന്ന് ഒരു കൾച്ചറുണ്ട്. അവർക്കത് പ്രശ്നമില്ല. ഇപ്പോൾ നമ്മളിവിടെ കേരളത്തിൽ നിന്നൊക്കെ പോകുമ്പോൾ അത് നമുക്ക് വർക്കൗട്ട് ആവില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവിടെ ലേഡീസിൽ പ്രശ്നം വളരെ കൂടുതലാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കാളും 2013 പോയപ്പോഴും 2016 പോയപ്പോഴൊക്കെ ഉള്ളതിനേക്കാളൊക്കെ വളരെയധികം കൂടുതലാണ്. മഹാകുംഭമേള എന്നുള്ളത് എക്സ്പീരിയൻസ് ആണ്. 144 വർഷം കൂടുമ്പോൾ വരുന്നതെന്നുള്ളൊരു പ്രത്യേകത ഉണ്ടല്ലോ. അത് വെച്ചിട്ടാണോ എക്സ്പീരിയൻസ്? അല്ല, ഞാൻ പൊതുവെ കുംഭമേളയ്ക്ക് പോകാറുണ്ട്.
ഇത് കുറച്ചും കൂടിയും ഇതാണ്. പിന്നെ ഞാൻ ഈ മാഗി കുമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്നാനം ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തു. എൻ്റെ കൂടെ ഒരു സോഹറിനുള്ള ഫ്രണ്ട് ഉണ്ട്. ഞാൻ രണ്ടുപേരും മാത്രം, മാക്സിമം രണ്ടുപേരെ പറ്റുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവാം, കാരണം കൂട്ടം തെറ്റി പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കൂടുതലും പേര് വരുന്നത് വെച്ചാൽ ചിലപ്പോൾ ഒരു ബസ്സായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ബസ്സിലുള്ള ആളുകൾ എന്താണെന്ന് വെച്ചാൽ 2 ഓപ്ഷനായിട്ട് ചെയ്യുക. ഒന്ന് വലിയ കയറ് പിടിച്ചിട്ടുണ്ടാവും, കയറും പിടിച്ച് പോകും, അല്ലെങ്കിൽ കൂട്ടം തെറ്റി പോകും. ഇല്ലെങ്കിൽ വെച്ചാൽ ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരാൾ വലിയൊരു കൊടി പിടിക്കും. ആ കൊടിയുമ്പോൾ ചിലപ്പോൾ ജയ് ശ്രീറാം അല്ലെങ്കിൽ ഹനുമാൻ്റെ അങ്ങനെയുള്ള എന്തെങ്കിലും കൊടി വെച്ചിട്ട് അവരുടെ ഇത്. അപ്പോൾ കുറച്ച് അകലെ പോയി കഴിഞ്ഞാലും കൂട്ടം തെറ്റിക്കഴിഞ്ഞാൽ കൊടിമിക്ക് നോക്കിയിട്ട് അങ്ങനെ വരാം. ഇതൊന്നും ഇല്ലാതെ കൂട്ടം തെറ്റി അവിടെ ആൾക്കൂട്ടം കൂടുതലാണ്ട് ഫോണിൽ റേഞ്ച് ഫോൺ റേഞ്ച് വളരെ ബുദ്ധിമുട്ടാണ്. റേഞ്ച് ഫുള്ള് കാണിക്കും, കാരണം ഫുള്ള് ടവർ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ കൺജസ്റ്റഡ് ആണ് ഭയങ്കരമായിട്ട്, നമുക്ക് നെറ്റ് കിട്ടില്ല, കോൾ ചെയ്താൽ പോവില്ല. പക്ഷേ അവിടെ കൂട്ടം തെറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്, അവിടെ പോയി പറയാം, പേര് വിളിച്ചു പറഞ്ഞാൽ അപ്പം തന്നെ വരും. പിന്നെ എല്ലാത്തിനും ഓരോ നമ്പറുകളുണ്ട്, എല്ലാ ഇലക്ട്രിക് പോസ്റ്റുമ്പോഴും നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ നോക്കിയിട്ട് ഞാൻ നമ്പറിലുണ്ടെന്ന് പറഞ്ഞാൽ അവിടേക്ക് വരാനൊക്കെ പറ്റും. പിന്നെ അത്രയും തിരക്കാണ്. ഇപ്പോൾ നമ്മളൊരു ബ്രിഡ്ജിൽ കൂടെ നടക്കുന്ന വെച്ചാൽ ബ്രിഡ്ജിൻ്റെ ഒരറ്റത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാല് മുട്ടൂല, പിന്നെ അപ്പുറത്തെത്തുമ്പോഴാണ് കാല്, അത്രയ്ക്ക് തിക്കി നിറങ്ങിയാണ് പോകുന്നത്. പക്ഷെ അതൊന്നും പ്രശ്നമൊന്നുമില്ല. ലിറ്ററലി നമ്മളെ എന്താ പറയുക, കുടിയേറ്റക്കാരൊക്കെ പോകണ പോലെ തന്നെ നമ്മൾ ഒരു സൈഡിലൊക്കെ പോകുമ്പോൾ കാണാം അങ്ങനത്തെ ഒരു. ഈ റിസ്ക് ഫാക്ടർ കൂടുതലാണെന്ന് തന്നെ. ഇപ്പം എനിക്ക് പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരിക്കൽ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പം ഇവരെന്നെ വഴക്ക് പറഞ്ഞു, പോയി കഴിഞ്ഞാൽ തിരിച്ച് ജീവനോട് എത്തുമെന്ന് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഒരു പ്രശ്നമല്ല, അങ്ങനത്തെ വിഷയമൊന്നുമില്ല. പക്ഷേ കുറേ ന്യൂസ് വന്നല്ലോ തിക്കിലും തിരക്കിലും. ഒന്നാമത്തെ കാര്യം ഈ ബാത്റൂം ഫെസിലിറ്റീസ് ലേഡീസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ യൂറിൻ ഇൻഫെക്ഷൻ അതൊക്കെ പെട്ടെന്ന് പിടിക്കാൻ ഭയങ്കര. പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും ഇപ്പോൾ ബൈ റോഡാണ് പോകുന്നുണ്ടെങ്കിൽ ഒരു 15 to 20 കിലോമീറ്റേഴ്സ് ഇപ്പുറത്ത് പാർക്കിംഗ് ഏരിയ ഉള്ളൂ. അവിടെ അത് ഇപ്പം ട്രാഫിക് തന്നെ ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ കാർ ഇട്ടിട്ട് ഈ 15 കിലോമീറ്റർ നടന്ന് വന്നിട്ട് വേണം ആ ബ്രിഡ്ജിൻ്റെ അവിടെ എത്താൻ. ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ഇറങ്ങി വീണ്ടും 4 കിലോമീറ്റർ പോയിട്ട് വേണം സംഗമം. അപ്പം അത്രയും ദൂരം നടക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്ക് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ ടാക്സി പിടിക്കും, ടാക്സി ബൈക്ക് ടാക്സി. അവർക്ക് അവിടെ ഈ പഠിക്കാൻ പറ്റുന്ന പിള്ളേരും അവരെ കൂടിയിട്ട് എന്ന് വെച്ചാൽ ബൈക്കിൽ 2 പേരെത്തി 3 പേരെത്തിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു ചെറിയ പൈസയുള്ളൂ. പൈസ ഒന്നും അവിടെ എക്സ്പെൻസ് ഒന്നുമില്ല. ഫുഡിനൊക്കെ വളരെ ചീപ്പാണ്. റെസ്റ്റോറൻറ്റ് വളരെ കുറച്ചുള്ളൂ. കൂടെ അവിടെ സ്വീറ്റ്സാണ്. അപ്പോൾ നമുക്കിവിടെ അവിടെ ചെന്നിട്ട് ചോറ് ചപ്പാത്തി താലിയൊക്കെ കിട്ടും. 60 രൂപ താലി, 40 രൂപ താലി, അതൊക്കെ കിട്ടും. പിന്നെ സ്വീറ്റ്സ്, നല്ല സ്വീറ്റ്സ് ഇഷ്ടംമാതിരി. കൂടുതലും നമുക്ക് ഈ അഗാഡകൾ തന്നെ, ഈ ബാബമാർ തന്നെ അവരുടെ തന്നെ ഇതിൽ അന്നദാനമുണ്ട് എപ്പോഴും, നമുക്ക് അങ്ങനെ കഴിക്കാം. പിന്നെ ഇതാണ് പൊടി ഭയങ്കര ഒരു പ്രശ്നമാണ്. മാസ്ക് മസ്റ്റായിട്ടും കൊണ്ടുപോകണം, വിരി മസ്റ്റായിട്ടും കൊണ്ടുപോകണം. പിന്നെ അവിടെ എല്ലാത്തിനും 20 രൂപ കൊടുത്ത വിരി കിട്ടും. നമ്മുടെ ഈ പെപ്സിലെയും കൊക്കക്കോളയിലൊക്കെ കവർ ഉണ്ടാവില്ല, അത് പൊട്ടിക്കുന്ന, അതിൻ്റെ വലിയൊരു ഷീറ്റാണ് കൊടുക്കുക. 20 രൂപ കൊടുത്ത ഷീറ്റ് ഇട്ടും അത് എവിടെയെങ്കിലും ഇട്ടാൽ വിരിക്കുക. പിന്നെ ചില തണവുണ്ടല്ലോ, ഇപ്പോൾ രാത്രി ഒരു 12 മണി കഴിഞ്ഞാൽ 14-15 ഡിഗ്രി ഒക്കെ വരും. അതുമാത്രമല്ല നമ്മൾ നിൽക്കുന്നതും കിടക്കുന്നതൊക്കെ പുഴര ഇതിലല്ലേ, അപ്പോൾ അടിയിൽ നല്ല തണവാണ്, മുകളിൽ നിന്ന് തണവാണ്. വേറെ മഞ്ഞ് കറക്റ്റായിട്ട് വീഴും നമ്മളെ മേത്തേക്ക്, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചില സമയത്ത് പാലത്തിൻ്റെ അടിയിലൊക്കെ പോയി കിടക്കും. പിന്നെ ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ നമ്മൾ നേരെ ഈ അഗാഡകളി റോക്കറ്റ് ബാബയുടെ അവിടെ പോയി കഴിഞ്ഞാൽ, അവിടെ റോക്കറ്റ് ബാബ എന്ന് ഉദ്ദേശിച്ചത് നമ്മളൊരു സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഏതാണ് അടുത്തതെന്ന് വെച്ചാൽ അവിടെ കയറി അടുത്ത് ജസ്റ്റ് ചോദിച്ചാൽ മതി. നമുക്ക് കുറച്ച് ആറാം കറിനേക്കലി ജഗ വരുമ്പോൾ തന്നെ കിടന്നോളാൻ പറയും. സ്ഥലം കണ്ടുപിടിച്ച് കിടക്കുക. ശരിക്കും ഈ മഹാകുംഭമേള അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു മോട്ടീവ് എന്താ? ശരിക്കും മഹാകുംഭമേള നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് സന്യാസിമാരുടെ അവരുടെ ഉത്സവമാണ്. നമ്മളാരും ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് വെൽക്കം ടു കുംഭമേള എന്നൊന്നും കാണാൻ പറ്റില്ല, അവരുടെ ഇതാണ്. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് അവരുടെ സന്യാസിമാർക്ക് നമ്മൾ എന്താ പറയുക, ഭിക്ഷ കൊടുക്കുന്നതാണ് അവിടുത്തെ. നമുക്ക് സന്യാസിമാർക്ക് അവിടെ നല്ല സന്യാസിമാർ കുറേ പേര് വരും, അവർക്ക് അരി കൊടുക്കും, ഭിക്ഷ കൊടുക്കും. അതാണ് അതിൻ്റെ മെയിൻ. അത് കൊടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. ഇത് ശരിക്കും മഹാകുംഭമേള അല്ലെങ്കിൽ കുംഭമേള ഒക്കെ നടത്തുന്നത് സന്യാസിമാരുടെ ഉത്സവമാണ്. അവർക്ക് അവരുടെ ഒരു ഗ്യാതറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവരെയാണ് കൂടുതൽ അവർ പ്രൊട്ടക്ട് ചെയ്യുക ഗവൺമെൻറ്. ബാക്കിയുള്ള നമ്മൾ കാണാൻ പോകുന്നു, അവരുടെ അനുഗ്രഹം ആകുന്നു, അവരെ കാണാൻ പോകും. അങ്ങനെ കുറേ പേര് അങ്ങനെ പോകുന്നവരുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ത്രിവേണി സംഗമം, ഗംഗ, യമുന, സരസ്വതി, 3 അവിടെ അത് കുളിക്കുക എന്നുള്ളത് ഒരു എല്ലാവരുടെ ആഗ്രഹമാണല്ലോ. അപ്പോൾ ഈ ഒരു പ്രത്യേക സമയത്ത് കുളിക്കുന്നത് കുറച്ചും കൂടി ഇതാണ്. പിന്നെ അമൃതം ഉണ്ടെന്നാണല്ലോ, ആ സമയത്ത് ആ വെള്ളത്തിൽ അമൃതിൻ്റെ കണ്ടൻറ്റ് വരാം അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് അവിടെ കുളിക്കുമ്പോൾ ഇൻ കേസിന് അമൃതൊക്കെ കിട്ടിയാൽ. ഈ മഹാകുംഭമേള ഇനി 10 ദിവസം കൂടെ 26-ാം തീയതി തീരാണ്. അപ്പം ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടല്ലോ. മഹാകുംഭമേള എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ മഹാകുംഭമേളയും കുംഭമേളയും, ഈ അർദ്ധകുംഭമേള, പൂർണ്ണ കുംഭമേള, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയായിരിക്കും പറയാൻ പറ്റുക?
കുംഭമേള ശരിക്കും അർദ്ധകുംഭമേള, മഹാകുംഭമേള, അർദ്ധകുംഭമേള, പൂർണ്ണകുംഭമേള, മഹാകുംഭമേള അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അതായത് 12 വർഷം കൂടുമ്പോഴാണ് കുംഭമേള എന്നുള്ള കൺസെപ്റ്റ്. അർദ്ധകുംഭമേള എന്ന് പറഞ്ഞാൽ 6 വർഷം. ഈ 12 വർഷം കൂടുമ്പോൾ വരുന്ന കുംഭമേള 12 പ്രാവശ്യം വരുമ്പോഴാണ് 144 വർഷമാവുന്നത്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ഇതുള്ള അടുത്ത നെക്സ്റ്റ് ജനറേഷൻ ആവണം. അപ്പോൾ ഇനിയിപ്പോൾ 2027 അറ്റൻഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും എല്ലാവർക്കും. കാരണം അത് 2 സ്ഥലത്ത് നടക്കും. ഒന്ന് അർദ്ധ കുംഭമേള ഉത്തരാഖണ്ഡിൽ ഹരിദ്വാറിൽ നടക്കും. സെയിം ടൈമിൽ നാസിക്കിൽ കുംഭമേള നടക്കും. അപ്പോൾ ആദ്യം തിരക്ക് കുറച്ച്, അതുപോലെ ഈ 2 സ്ഥലത്തും ഇത്രയും തിരക്ക് വരാനുള്ള ചാൻസ്, ഹോട്ടൽസും കാര്യങ്ങളൊക്കെ കുറച്ച് അവൈലബിലിറ്റീസ് കൂടുതലാണ് അവിടെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടില്ലാതെ പോയിട്ട് കണ്ടുവരാൻ. പിന്നെ പ്രയാഗ്രാജിലുള്ള പ്രശ്നം വെച്ചാൽ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല ഇപ്പം നാസിക്ക് മഹാരാഷ്ട്രയ്ക്ക് ഇവിടേക്കൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ട്രെയിനും കുറച്ച് ഈസി ആയിരിക്കും. ഇപ്പോൾ ഞാൻ തിരിച്ചു വരാൻ നേരത്തെ ട്രെയിനാണ് ആക്ച്വലി ബുക്ക് ചെയ്തിരുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു 3-4 കിലോമീറ്റർ വരെ ഫുൾ തിരക്ക്. അതിൻ്റെ വീഡിയോസ് കാണിച്ചില്ല. അത് അത്ര ആളുകൾ നിലത്ത് കിടന്ന് ഉറങ്ങാണ്. അടുത്ത ട്രെയിൻ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്തു ദിവസങ്ങൾ നിന്നിട്ടായിരിക്കും. എന്നിട്ട് ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത്, അതായത് സ്ലീപ്പറും തേർഡ് ടയർ AC വരെ ലോക്കലാവും. നമുക്ക് അവിടെ ചെന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്താണ് ഞങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഫുൾ കൺജസ്റ്റഡ്, ഫുള്ള് തിരക്കാവും. തനി ലോക്കൽ ജനറൽ പോലെ ആയിരിക്കും ഈ 3 ടയർ AC വരെ. അപ്പോൾ ഞങ്ങൾ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ട് അവിടേക്ക് അടുക്കാൻ പറ്റുന്നില്ല. ട്രെയിൻ ഏതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് ഞങ്ങൾ നൈന എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ഓൾഡ് നൈന ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ധനുഹ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ഇതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബസ്സുകൾ കിട്ടും. അപ്പോൾ അവിടെ നേരെ ഹൈദരാബാദിക്ക് ബസ് എടുക്കുക. ഒരു 1500 തുടങ്ങിയിട്ട് സ്റ്റാർട്ടിങ് ഉണ്ടാവും. അപ്പോൾ അവിടെ പെട്ടെടുക്കുന്ന ആളുകളൊക്കെ അതുപോലെ എങ്ങനെ ട്രെയിന് കയറാൻ പറ്റാതെ എന്നിങ്ങനെ രക്ഷപ്പെടുത്തിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഓപ്ഷനാണ്. ഹൈദരാബാദിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്നും വേണമെങ്കിൽ കർണാടകയ്ക്കുള്ള ട്രെയിൻ, അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് തന്നെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടല്ലോ, സൂചിക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാം. അതൊരു നല്ല ഓപ്ഷൻ. അപ്പോൾ അടുത്ത കുംഭമേള കുറച്ചും കൂടി ഈസി ആയിരിക്കും. പ്രത്യേകിച്ച് ഹരിദ്വാറിലാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ വേറെ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ പോകാം. തൊട്ടടുത്ത് തന്നെ ഋഷികേശ് ഉണ്ട്. വേണമെങ്കിൽ ബൈക്ക് എടുത്ത് മുസൂരി, ഡെറാഡൂൺ, ചമ്പ ഏറ്റവും വലിയ ഡാം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണാനൊക്കെ പോകാനൊക്കെ പറ്റും. വലിയ പ്രശ്നമില്ല. തണുപ്പ് കുറച്ച് കൂടുതലായിരിക്കും, കുറച്ചും കൂടി ഹിമാലയത്തിൻ്റെ അടുത്തായതുകൊണ്ട്. നമ്മുടെ ഈ ജനറേഷനുള്ളവർക്ക് ഒരിക്കൽ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. എല്ലാവരും അതിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതിനോട് എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. അത് ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇത് നമ്മളുടെ ഉത്സവമല്ലല്ലോ, നമുക്ക് ആവശ്യം പോലെ വേറെ ഉത്സവം ഉണ്ടല്ലോ. ഇത് ശരിക്കും സന്യാസിമാരെ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇത് അഗോരീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിനിമയിൽ TV കാണുന്ന അത് ഒറിജിനൽ അഗോരീസ് നമുക്ക് വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഉള്ളത് സ്ഥിരമായിട്ട് അവിടെ ഉള്ള ആളുകളാണ്. നമുക്ക് സ്ഥിരമായിട്ട് ഫോട്ടോ കാർഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2013 ഞാനെടുത്ത അതേ ഫോട്ടോസ് തന്നെ ഇപ്പോഴും അതേ ആളുകൾ തന്നെയാണ്. ശരിക്കുള്ള അഗോരീസ് ഒന്നും അങ്ങനെ വരില്ല. അവർ വളരെ റയറായിട്ട് ചിലപ്പോൾ ഈ സ്നാനത്തിൻ്റെ അതേ ദിവസം വെളുപ്പിന് 3-3:30 ആകുമ്പോൾ അവർ വന്നിട്ട് സ്നാനം അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോകും. പിന്നെ അവർ അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അമേരിക്കക്കാരൻ എഴുതിയൊരു ബുക്ക്, റോബർട്ട് സ്ലബോർഡ് എഴുതിയിട്ടൊരു ആളുണ്ട്. എഴുതിയ കുറച്ച് ബുക്കുകളുണ്ട്, ട്രിലോജി പോലെ. ലെഫ്റ്റ് ഹാൻഡ് ഓഫ് ദ ഗോഡ്, നാഗാസ്, കുണ്ടലിനി എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്കുകളുണ്ട്. അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വിമലാനന്ദ എന്ന് പറഞ്ഞിട്ട് ഈ അഘോരികളുടെ മെയിൻ ഒരാൾ ആളെ കൂടെ പോയി നിന്ന് എഴുതിയിട്ടുള്ള ഒരാൾ ബുക്കാണ്. അപ്പോൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് ഏകദേശം അത് മനസ്സിലാവും. അപ്പോൾ അവരെ കാണാനാണ് പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാരണാസിയിൽ അല്ലെങ്കിൽ പൂജാല കോളനി എന്ന സ്ഥലത്ത് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ 200-300 വയസ്സൊക്കെ ഉള്ള ആളുകൾ, അങ്ങനെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി അവരെ കാണാം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാം. സന്യാസിമാരെ കാണാൻ വേണ്ടിയിട്ട് കുംഭമേളയ്ക്ക് തന്നെ പോകണമെന്നില്ല. ഇതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്. നമ്മളൊന്നുമല്ല, നമ്മളൊക്കെ വെറും കടുക് മണിയാണെന്നുള്ളൊരു സംഭവം മനസ്സിലാവും. അങ്ങനത്തെ അവർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. കുറേയൊക്കെ നമ്മളെ കുറേ കാര്യങ്ങളൊക്കെ പുതിയ എക്സ്പീരിയൻസ് കിട്ടുമ്പോഴുള്ളൊരു ഇതുണ്ടല്ലോ, നമ്മൾ മൈൻഡ് സെറ്റായിട്ട് ഒന്നുകൂടി കൂടുതൽ. ഇപ്പോൾ ഫിലിമിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ ഒരു എയിം വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ പോകുന്നത്. സാധാ കുംഭമേള കാണാൻ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇതേപോലെ ചെറിയ അർദ്ധ കുംഭമേള, എല്ലാ കുംഭമേളയ്ക്കും വരും. കറക്റ്റായിട്ട് അവരെത്തും. 7 ദിവസം അവർ വരും. 7 സ്നാനം, 7 ബാത്ത്, അതാണ് എൻ്റെ മെയിൻ. അതിൽ 4 എണ്ണം ഇമ്പോർട്ടൻ്റ് ബാത്ത് എന്ന് പറയും. ബാക്കി 3 എണ്ണം എന്താ സാഹി സ്നാനം എന്ന് പറഞ്ഞിട്ട് അതുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലുതാണ് ഈ മഹാശിവരാത്രി എന്നുള്ള സ്നാനം. അതിന് കുറച്ച് കൂടുതൽ ആളുകൾ വരും. അതിന് മെയിൻ ആളുകളൊക്കെ വരും. മെയിൻ അഘോരാസൊക്കെ വരും. അവർക്ക് ഗവൺമെൻറ് പ്രത്യേകം വേറൊരു സ്ഥലത്ത് ഒരു മുള കൊണ്ടൊക്കെ കെട്ടിയിട്ട് അവരവിടെ വന്ന് കുളിച്ച് പോകും. ഇവരിടയ്ക്ക് വരാതെ അവരവിടെ വന്നിട്ട് സ്നാനം ചെയ്ത് പോകും.
അതിനുള്ള സൗകര്യങ്ങൾ അവർ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരും. യൂറോപ്യൻസ്, കൂടുതൽ യൂറോപ്യൻസ് ഡിസ്കവറി ചാനൽ തുടങ്ങിയിട്ടുള്ള വലിയ ഇൻ്റർനാഷണൽ കമ്പനി അവരൊക്കെ ഓൾറെഡി അവിടെ ഉണ്ട്, എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ ഇനിയും ഇപ്പം ഈ ശിവരാത്രി അടുപ്പിച്ച് പോകാൻ നിൽക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവരോട് എന്താ പറയാനുള്ളത്? അവരുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് പ്രിക്കോഷൻസ് ഉണ്ടല്ലോ. മെയിനായിട്ട് വെള്ളം എല്ലായിടത്തും കിട്ടും. ബാക്കി ഈ പറഞ്ഞ ബാത്റൂം ഫെസിലിറ്റീസ് ഒന്ന് ശ്രദ്ധിക്കണം. റൂം കിട്ടില്ല. പിന്നെ മെയിനായിട്ട് പൊടി, മാസ്ക് ഒരു 2 അവർ 3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും മാറ്റാൻ പറ്റുന്നില്ല. അത്രയും മാസ്ക് ഉണ്ടാവണം. അത്രയും പൊടിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പൊടിയാണ്. പിന്നെ വിരി മസ്റ്റായിട്ട് ഒരു ബെഡ്ഷീറ്റ് കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അവിടെ തന്നെ വിരിച്ച് കിടക്കാം എന്ന് പറയാനുള്ളത്. പിന്നെ തിരിച്ച് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ബസ്സിന് ആന്ധ്രാപ്രദേശിലേക്ക് വരെ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് വരാം. ട്രെയിനിലൊന്നും നമുക്ക് നോക്കണ്ട. ട്രെയിനിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ മുമ്പ് ബുക്ക് ചെയ്തിട്ടുള്ള 1 ടയർ AC അതൊക്കെ ചെയ്തിട്ടുള്ള അതിൽ നോക്കിയാൽ മതി. ഫ്ലൈറ്റിനാണെങ്കിൽ 35,000 40,000 മുമ്പ് ബുക്ക് ചെയ്ത ആൾക്കാർക്ക്, ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ നല്ലത്. ബൈ റോഡാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 15-20 കിലോമീറ്റർ മുമ്പ് വണ്ടി നിർത്തിയിട്ട് അങ്ങനെ പോകാം. ബൈ റോഡ് പോകാനേ ഞാൻ പറയുള്ളൂ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബൈ റോഡാണ് നല്ലത്. തിരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് വരാമല്ലോ. അങ്ങനെ അതാണ് എൻ്റെ ഒരു പറ്റുന്നുണ്ടെങ്കിൽ പോയിട്ട് പോവാം. യെസ്, പറ്റുന്നവരൊക്കെ പോയിട്ട് വരാം. ഇതിന് പറ്റാത്തവർ കുംഭമേള അറ്റൻഡ് ചെയ്യാൻ അതെ അതെ. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം 2022 വർഷം കഴിയുമ്പോണ്ടല്ലോ, അങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഒരുപാട് അറിയാത്ത, ഫെമിലിയർ അല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.